ഇത് കണ്ടോ, വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്തതാണ് കേട്ടോ ഇത്. ഒത്തിരി വർഷം പഴക്കമുള്ളതാട്ടോ ഇത്. എൻ്റെ ആങ്ങളുണ്ടാക്കിയതാണ്, അനിയൻ. അവൻ എന്താ പറയുക, 10 പ്ലസ് 2 പഠിച്ചിരിക്കുന്ന സമയത്ത് അവൻ ഉണ്ടാക്കിയതാട്ടോ ഇത്. അപ്പം ഇതിപ്പോൾ പറമ്പിൽ നിന്ന് കിട്ടിയതാട്ടോ എനിക്ക്. പറമ്പിൽ നിന്ന് പറഞ്ഞാൽ മുറ്റത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാനെടുത്തത് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ചെടുത്തതാട്ടോ. വെണ്ണക്കല്ല് എന്താ പറയുക, ചോക്ക് കല്ല് എന്നൊക്കെ പറയും. നമ്മുടെ പറമ്പ് നിറയെ ഇങ്ങനത്തെ കല്ലാണ് കേട്ടോ. മതിലൊക്കെ കെട്ടിയേക്കുന്നതും ആ കല്ല് കൊണ്ടാണ്. പിന്നെ വീടിൻ്റെ അടിത്തറയൊക്കെ കുറേയൊക്കെ ഈ കല്ല് കൊണ്ട് തന്നെയാണ് കെട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവൻ ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാട്ടോ ഇത്. ഒരുപാട് കല്ലുകൾ ഇങ്ങനെ മിനുസമാക്കിയെടുത്ത് ചിലപ്പം കുറേയൊക്കെ പാകമായി കഴിയുമ്പോൾ പൊട്ടിപ്പോവും. അങ്ങനെ പിന്നെയും കല്ലെടുക്കും. അങ്ങനെ എടുത്തെടുത്ത് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇത്. ഇത് നിലവിളക്ക് മരത്തിൻ്റെയാണ് കേട്ടോ. ഇത് കണ്ടോ, ചന്ദനത്തിരി കുത്താനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത്. ഇതിൽ ചെറിയൊരു ഹോളുണ്ട് കണ്ടോ. പിന്നെ അതുപോലെ ഇതെന്ത് പക്ഷിയാണെന്നറിയില്ല, പക്ഷേ ഇതിൻ്റെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ പൊട്ടിപ്പോയിരുന്നേ. ഇതിപ്പോൾ ഞാൻ സാൻഡ് പേപ്പർ വരച്ചപ്പോൾ അത് വേറൊരു രൂപമായിപ്പോയി. പിന്നെ അതുപോലെ വാലൊക്കെ പൊട്ടിപ്പോയി കേട്ടോ പക്ഷിയുടെ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണാടിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പശ വെച്ചിട്ട് കണ്ണാടി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. പിന്നെ ഇതിപ്പം ഇവിടെ കിടന്ന് കിട്ടിയപ്പം ഞാൻ എടുത്തൊന്ന് മിനുക്കി എടുത്തതാണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു ഓർമ്മ, പഴയ കാലം അവനിങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു ഓർമ്മയായി കേട്ടോ. ഓർമ്മയായി. അപ്പം അങ്ങനെ എടുത്തപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ പിടിക്കാമെന്നും കരുതി കേട്ടോ. ഇത് നിലവിളക്ക് കറണ്ടൊക്കെ പോകുമ്പോൾ മെഴുകുതിരി കുത്തിയാട്ടോ ഇതിനുള്ളിൽ മെഴുകുതിരി ഇങ്ങനെ ഉരുകി വീണിരിക്കുന്നതാണ് കേട്ടോ നിലവിളക്കിൽ. ഉണ്ടോ, ഇത് ഫുള്ള് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. ഇത് വെണ്ണക്കല്ലല്ലേ, നല്ല കനമുണ്ട് അതിന്. കണ്ടോ, പക്ഷിക്ക് പാലൊന്നുമില്ല. എത്ര ദിവസം ഇന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നറിയാം. ഇതിങ്ങനെ ഉരച്ച് മിനുസപ്പെടുത്തി എടുക്കണം. ഒരു വലിയ കല്ലായിരിക്കും. ആ കല്ലിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു രൂപത്തിലാക്കി എടുക്കുന്നതാണ് കേട്ടോ. പറമ്പിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അവൻ ഉണ്ടാക്കിയിട്ട് ഓരോന്നുണ്ടാവും കേട്ടോ. ഞാൻ കുറേ നാളിതെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു. പിന്നെ എപ്പോഴും ഇതങ്ങനെ വീട് വൃത്തിയാക്കപ്പോഴും അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടതായിരിക്കാം. ഉണ്ടോ, ഒരു പക്ഷിയുടെ രൂപമുണ്ട്, പക്ഷേ ഇതിൻ്റെ ചുണ്ടും അതും ഇതൊക്കെ പോയി കേട്ടോ. വളരെ കഷ്ടപ്പാടാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. എനിക്കുണ്ടാക്കാനൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ അവനിരുന്ന് ഇങ്ങനെ പണ്ട് കളിയാക്കുമായിരുന്നു, ഉപ്പ് പൊട്ടു എന്നിട്ട് അവനിരുന്ന് കരയുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഓർക്കുമ്പോൾ ഇപ്പോൾ നിലവിളക്ക് അധികമൊന്നും പഴക്കമൊന്നുമില്ല, അത് മരത്തിൻ്റെയാണ്. അത് കുറച്ചായിട്ടേ ഉള്ളൂ അവൻ ഉണ്ടാക്കിയിട്ട്. ഇത് മരത്തിൻ്റെ തന്നെയാണ് ഉണ്ടാക്കിയത്. അവനിങ്ങനെ ഈ ആർട്ട് വർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാനും എടുക്കാനൊക്കെ അവന് ഭയങ്കര അറിയുകയും ചെയ്യാം, അവൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. അത് ഒരു തോന്നലിനിരുന്ന് ഉണ്ടാക്കും കേട്ടോ. അതുപോലെ എന്തൊക്കെയോ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം പോയി അത്. ഇനി അവനോട് ഒരെണ്ണം ഇങ്ങനെ ഉണ്ടാക്കാൻ പറയണം. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ.